പ്രയാസത്തെ നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളത് അത് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴായിരിക്കും. ഏതൊന്നും നമുക്ക് ഉള്ള സമയത്ത് നമുക്കതിനെ കുറിച്ചിട്ട് അറിയില്ല അല്ലേ. നമുക്ക് കേട്ടൊരു പഴഞ്ചൊല്ലുണ്ട്, കണ്ണുണ്ടാവുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്നുള്ളത്. ഈ കണ്ണുണ്ടാവുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന എന്തൊക്കെ രഹസ്യങ്ങളാണുള്ളത് അല്ലെ. ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഓരോ പഴഞ്ചൊല്ലുകളും നമ്മളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പഴഞ്ചൊല്ലുകള് നമ്മൾ പണ്ട് സ്കൂളിലെ നോട്ട് പുസ്തകങ്ങളൊക്കെ ഒരുപാട് തവണ എഴുതിയിട്ടുണ്ടാവാം. ആ എഴുതുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വെറും ഒരു വർക്കായിട്ടോ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, പക്ഷെ അതിനപ്പുറത്തേക്ക് അതിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആ സമയത്ത് തിരിച്ചറിയാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു അല്ലെ. അപ്പോൾ ഇവിടെ കണ്ണുണ്ടാവുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് നാം പറയുന്നത് പോലെ, നാം ഓരോ സെക്കൻഡുകളും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ എന്നാണോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത്, ആ അനുഗ്രഹങ്ങൾ എന്നാണോ നമ്മളിൽ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്, അപ്പോൾ മാത്രമായിരിക്കാം നമുക്ക് ആ അനുഗ്രഹങ്ങളുടെ വാല്യൂ നമുക്ക് മനസ്സിലാവുക. നമ്മളുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്ന, നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ആ ഒരു സമയത്ത് മാത്രം നമുക്കത് തിരിച്ചറിയുകയും, വീണ്ടും ആ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്ന് പെട്ടാൽ അതിനെക്കുറിച്ചിട്ട് നമ്മൾ ബോധേടല്ലാതായി പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു അനുഗ്രഹങ്ങളിലൂടെ ഈ ഒരു തെറാപ്പി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അത് ഉണ്ടായിരിക്കെ, ഉള്ള സമയത്ത് തന്നെ അത് ഇല്ലാത്തതായിട്ടൊന്ന് ഫീൽ ചെയ്തുകൊണ്ട്, ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, അത് ഉണ്ടായപ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലോട് കൂടിയിട്ടുണ്ടാവുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ നമ്മളെല്ലാവരും നിരന്തരം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നവരാണ്, എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നവരാണ്. നോർമലി ഇവിടെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിലോ അല്ലെങ്കിൽ മറ്റ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ക്ലാസ്സുകളിലോ സെഷനുകളോ എത്താത്ത നോർമലുള്ള നമ്മുടെ ചുറ്റുപാടുകളിലെ ഓരോ വ്യക്തികളും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന വ്യക്തി. നമ്മളിപ്പോൾ ആരോടെങ്കിലും പുറത്ത് പോയി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ പറയാം, അതെന്താ ഞാനിപ്പോ എന്നും അൽഹംദുലില്ലാ പറയുന്നതല്ലേ, പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ എന്നും അൽഹംദുലില്ലാ, ഞാൻ ഒരു ദിവസത്തിൽ 100 ഹംദ് പറയണോ, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 1000 ഹംദ് പറയുന്നു എന്നൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു ദിവസത്തിൽ 100ഓ 1000ഓ 10,000ങ്ങളോ നമ്മൾ ഹംദ് പറയുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ പറയണതിന് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ബെനിഫിറ്റ് തരില്ല എന്നല്ല. പക്ഷെ അത് നമ്മളിലേക്ക്, ഏതൊരു സംഭവവും നമുക്ക് ഉള്ളതും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണ്ടേ. നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മുടെ വീടുകളിൽ ചിലപ്പോ എത്രമാത്രം വലിയ സമ്പന്നരായ ആളുകൾ ഉണ്ടാവാം അല്ലെ, നമ്മുടെ ചുറ്റുപാടുകളിൽ. ഈ സമ്പന്നരായ ആളുകളുടെ അവരുടെ ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുന്ന സകല വസ്തുക്കളും അവർക്ക് ചിലപ്പോൾ കഴിക്കാൻ വേണ്ടി പറ്റില്ല. അവർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അത് അവർക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അവരുടെ ഡൈനിങ് ടേബിളിൽ അവർക്ക് മനോഹരമായ പാത്രങ്ങളിൽ വെച്ചിരിക്കുന്ന ടാബ്ലറ്റുകളായിരിക്കാം നമ്മൾ മനോഹരമായ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ വേണ്ടി പറ്റുക. അവരുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ അവരും വളരെ മനോഹരമായ ഭക്ഷണ സാധനങ്ങൾ അവർക്ക് വേണ്ടി സെറ്റ് ചെയ്യും. പക്ഷെ ഈ സെറ്റ് ചെയ്ത വ്യക്തിക്കോ അതിൽ നിന്ന് അല്പം രുചിച്ചു നോക്കാൻ വേണ്ടും പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഉണ്ടായിട്ട് കാര്യമില്ല, ഉള്ളത് നമ്മൾക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും കൂടി പറ്റണം എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ചിലപ്പോൾ 1000ഓ 10,000ഓ 100ഓ 200ഓ 500ഓ ഡെയിലി ഒരു ഹംദ് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അത് ഉള്ളതിലപ്പുറത്തേക്ക് അതിനെ ആസ്വദിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഉള്ളതിനെ ആസ്വദിക്കാൻ പറ്റുമ്പോഴുള്ള ഒരു സുഖം നമുക്ക് മനസ്സിലാവണം എങ്കിൽ ഉള്ള വ്യക്തിക്ക് അത് ഇല്ലാതിരിക്കണം അല്ലെ. ഉള്ള വ്യക്തിക്ക് അത് ഇല്ലാതിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ ഏറ്റവും വലിയൊരു കോടീശ്വരന്റെ വീട്ടിൽ ജസ്റ്റ് ഒരു ഗസ്റ്റ്, നമ്മളൊരു വിരുന്ന് പോവാണ്. അവര് ഫലപ്രദമായ വളരെ വിശിഷ്ടമായ വിരുന്നൊരുക്കി നമ്മൾ സൽക്കരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ വിചാരിക്കുക, പഠിച്ചവനെ ഇവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, എനിക്കിതൊന്നും ഉണ്ടാക്കാനുള്ള കഴിയില്ലല്ലോ, എനിക്കിതൊന്നും ഉണ്ടാക്കാനുള്ള സമ്പത്തില്ലല്ലോ, എനിക്കിതൊന്നും ആസ്വദിക്കാനുള്ളതില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് നമ്മൾ എന്താവുകയാണ്, നമ്മൾ ആ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അവിടെ നിന്ന് കഴിച്ചിറങ്ങി വരികയാണ്. അപ്പൊ ആ വീട്ടിലെ വ്യക്തിയെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ അറിയില്ല. ആ വീട്ടിലുള്ള ആളുകളുടെ ആരോഗ്യാവസ്ഥയെ കുറിച്ച് നമുക്കറിയില്ല, ഒന്നും നമുക്കറിയില്ല. നമ്മുടെ കാൽക്കുലേഷൻ എന്തായിരിക്കാം, നമ്മൾ ഗസ്റ്റ് ആയതുകൊണ്ട് അവർ നമുക്ക് ഫുഡ് തന്ന് വിട്ടു, അവർ നമ്മൾ ഇറങ്ങിയതിന് ശേഷം അവർ കഴിക്കുമെന്നായിരിക്കാം. പക്ഷെ അവർക്കിത് കഴിക്കാനോ
ഒന്നിനും ഇവർക്ക് പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താവുന്നില്ല, ആ ഇല്ലാത്തവരുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ നമ്മൾ അവിടെ പോയി നമ്മൾ അതൊന്ന് ഭക്ഷിച്ചപ്പോ നമ്മൾ സത്യത്തിൽ അത് ഭക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ആ ഉള്ള വ്യക്തിക്ക് അത് ഭക്ഷിക്കാനോ അതിനെ ആസ്വദിക്കാനോ അതിനെ രുചിച്ചു നോക്കാനോ പോലും പറ്റാത്തപ്പോ, അവിടെ ഉണ്ടായിട്ട് പോലും അതിനെ ആസ്വദിക്കാൻ പറ്റാത്തപ്പോ, അത് ആ ഇല്ലാത്ത വ്യക്തിക്ക് മാത്രമേ, നമ്മൾക്ക് ഇല്ലാതെ പോയ നമ്മളിലേക്ക് അത് ആസ്വദിക്കാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ടെങ്കിലും അവിടെ എല്ലാം ഉണ്ടായിട്ടും അനുഭവിക്കാത്ത ഒരു വ്യക്തിയുടെ ആ ഒരു വ്യസനം, ഒരു സങ്കടം എന്ന് പറയുന്നത് സത്യത്തിൽ പുറത്തു നിന്ന് വന്ന ഒരു വ്യക്തിക്ക്, പുറത്തു നിന്ന് പോയ നമ്മളെ പോലെയുള്ള ഈ ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പുറത്തു നിന്ന് പോയ ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് തലത്തിലൂടെ പോയിരിക്കണം, നമ്മൾ ആ ഇല്ലായ്മയിലൂടെ നമ്മൾ പോയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ആ ഇല്ലാത്തതിൽ കൂടി നമ്മൾ പോയി അനുഭവിക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ ഈ ഒരു തെറാപ്പിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന ആ അനുഗ്രഹത്തെ ഒന്ന് ഓർത്തുകൊണ്ട്, ആ അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ആത്മാർത്ഥമായിട്ടും ഒന്ന് ഫീൽ ചെയ്തുകൊണ്ട്, എന്നിട്ടോ പെട്ടെന്ന് നമുക്കത് ലഭിക്കുന്നു. ഇല്ലാത്തൊരു സംഭവം ആഗ്രഹിച്ചിരിക്കുമ്പോൾ അത് ലഭിക്കുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ഇല്ലാത്ത സംഭവം ആഗ്രഹിച്ച് ആഗ്രഹിച്ച് നമുക്ക് ലഭിക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു സന്തോഷത്തോട് കൂടി ചെയ്യുന്ന ഒരു ഹംദ്, ആ ഒരൊറ്റ ഹംദ് മതി അള്ളാഹുവിൽ നിന്നുള്ള നമുക്ക് ലഭിക്കേണ്ട ഉത്തരങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ 1000 ഹംദ് പറയുന്നതിനേക്കാളും, നമ്മൾ എത്രയോ 10,000 ഹംദ് പറയുന്നതിനേക്കാളും നമുക്ക് ചിലപ്പോൾ ആ ഒരു ഒറ്റ വിളി കൊണ്ട്, ഒരൊറ്റ ഹംദ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഇനിയും ഇനിയും അനുഗ്രഹങ്ങൾ കോരി തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ജസ്റ്റ് നമുക്കറിയാൻ വേണ്ടി പറ്റും, എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു അല്ലെ? ഈ രാവിലെ എഴുന്നേൽക്കുന്ന നമ്മൾ ഈ എഴുന്നേൽക്കുന്നതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു അവയർ നമ്മൾ നടത്തിയിട്ടുണ്ടോ? നമ്മൾ ചിലപ്പോൾ ആ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുസ്തകം ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ടാവാം രാവിലെ എഴുന്നേൽക്കാൻ പറ്റി എന്നുള്ളത്. ഈ രാവിലെ എഴുന്നേൽക്കാൻ പറ്റി എന്ന് നമ്മൾ എഴുതുമ്പോഴും രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നമ്മൾ നോക്കുക. ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ ഓർത്താലും നമുക്കത് അറിയില്ല എത്രയാണോ പ്രയാസം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് നമുക്ക് നിലനിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയെ കുറിച്ചിട്ടൊന്ന് ഓർത്തു നോക്കി. നമ്മൾക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പറ്റുന്നില്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് പെട്ടെന്നൊന്ന് വാഷ്റൂമിലേക്ക് പോകണം. വാഷ്റൂമിലേക്ക് പോകണം എന്നുള്ള ടെൻഡൻസി നമ്മളിലേക്ക് വരികയാണ്. ആ ടെൻഡൻസി നമുക്ക് വന്ന സമയത്ത് നമ്മൾ ഒന്ന് ആ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ നമുക്ക് പൊങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. എന്തായിരിക്കാം നമ്മുടെ അവസ്ഥ? നമ്മുടെ കൂടെ തന്നെ ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ഹസ്ബൻഡ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അവരെ വിളിച്ചെഴുന്നേൽക്കും അല്ലെ? അതല്ല, നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മുടെ കിടത്തെങ്കിലോ? ഒറ്റയ്ക്കാണ് നമ്മുടെ കിടത്തമെങ്കിൽ നമുക്ക് അപ്പുറത്തെ റൂമിലുള്ള മക്കളെ നമ്മൾക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അവർ വിളിക്കണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഫോൺ എടുക്കണം. ഫോൺ കയ്യിൽ കുറച്ച് ദൂരെയാണ്, നമുക്കൊന്ന് അനങ്ങാൻ പറ്റുന്നില്ല, ഒന്ന് നീങ്ങാൻ പറ്റുന്നില്ല, ഒന്ന് കൈ അനക്കാൻ പറ്റുന്നില്ല, നമുക്ക് ആ ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. എന്നാലൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ നമ്മൾ വെറുതെ ഒന്ന് ശബ്ദം ഇട്ട് വിളിക്കണം അല്ലെ? ആ സൗണ്ട് ഇട്ട് വിളിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമുക്ക് സൗണ്ട് വരുന്നില്ല. നമ്മളുടെ ഈ സൗണ്ട് വരുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്റെ ഈ ഒരു വോയിസ് പുറത്തേക്ക് വരണ്ടേ അല്ലെ? അപ്പൊ ഈ ഒരു വോയിസ് നമുക്ക് പുറത്തേക്ക് വരുന്നില്ല. ഈ ഒരു വോയിസ് പുറത്തേക്ക് വരാതെ തൊട്ടപ്പുറത്തെ റൂമിലുള്ള ആ ഒരു വ്യക്തിയെ നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റുമോ? തൊട്ടപ്പുറത്ത് തന്നെ ആവണമെന്നില്ല, ഇവിടെ തന്നെ തിരിഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മുടെ കൈ കൊണ്ടൊന്ന് തൊടാൻ പറ്റിയിട്ടില്ലെങ്കിലോ, നമ്മുടെ നാവ് കൊണ്ടൊന്ന് വിളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ? ജസ്റ്റ് നമ്മൾ ആ ഒരു കിടന്നെടുക്കുന്ന എഴുന്നേൽക്കുമ്പോഴുള്ള നിമിഷ നേരങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്! ഇവിടെ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു 33 ഗ്രാറ്റിറ്റ്യൂഡാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ? നമ്മൾ ജസ്റ്റ് ഒരു എഴുന്നേൽക്കുന്ന ഒരു വിഷയം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് എത്ര പോയിന്റ്സുകൾ നമുക്ക് എഴുതാൻ വേണ്ടി കിട്ടും. ഇങ്ങനെ അള്ളാഹുവിന്റെ ആ അനുഗ്രഹങ്ങളെ എല്ലാം നമ്മൾ ആസ്വദിച്ച് അനുഭവിച്ച് നമ്മൾ മുമ്പിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ജേണി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഈ ഒരു യാത്രയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ ഒന്നും ഈ തന്ന വ്യക്തിക്ക്, ഈ തന്ന നമ്മുടെ റബ്ബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നില്ല അല്ലെ? അതേസമയം നമ്മൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് തന്നതാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും പകരം കൊടുക്കണ്ടേ? നമ്മുടെ
ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് അവർ ഇന്ന് ഗിഫ്റ്റ് തന്നതല്ലേ, അവരുടെ ഹൗസ് വാമിങ്ങിന് നമുക്ക് ഇത് കൊടുക്കണ്ടേ? നമ്മുടെ കുട്ടിയുടെ കല്യാണത്തിന് തന്നതല്ലേ, അവരുടെ കുട്ടിയുടെ കല്യാണത്തിന് ഇത് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ കാതുകുത്തിന് തന്നതല്ലേ, അവർക്കിത് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തന്ന വ്യക്തികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? എന്നാൽ നിരന്തരം ഓരോ സെക്കൻഡുകളിലും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ റബ്ബ് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എന്താണ് പകരം കൊടുത്തുകൊണ്ടിരിക്കുന്നുള്ളത്? പകരം കൊടുക്കുന്നത് പോവട്ടെ, ആ തന്നിട്ടുണ്ട് എത്രയും നമുക്ക് നമ്മുടെ റബ്ബ് ഫ്രീ ആയിട്ട് നമ്മൾ ഒരു ചെലവും ഇല്ലാതെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പോലും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ആ ഒരു മനസ്സിലാക്കലിലൂടെ, ആ ഒരു അവെയറോട് കൂടി പോവുക എന്നുള്ളതാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്ന് പറയുന്നുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ തെറാപ്പിയിലൂടെ നമുക്ക് എല്ലാവർക്കും സഞ്ചരിക്കാനും നമ്മുടെ ലൈഫിലേക്ക് അത് അപ്ലൈ ചെയ്യാനും, നമ്മുടെ ലൈഫിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങളെ ഇനിയും ഇനിയും നമ്മൾക്ക് ഏറ്റി കൊണ്ടുവരാനും, അത് ഏത് രീതിയിലായിക്കോട്ടെ, സാമ്പത്തിക ആയിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, മാനസിക തലത്തിലായിക്കോട്ടെ, അങ്ങനെ ഏത് തലത്തിലായിക്കോട്ടെ, ഏത് തലത്തിലാണോ നമ്മൾ പ്രയാസപ്പെടുന്നുള്ളത്, ഏത് തലത്തിലാണോ നമ്മൾ ബുദ്ധിമുട്ടുന്നുള്ളത്, നമ്മുടെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും നമുക്ക് മാറ്റാനുള്ള ഏറ്റവും നല്ല തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി തന്നെയാണ്. നമുക്കറിയാൻ വേണ്ടി പറ്റും ഏറ്റവും കൂടുതൽ രോഗികൾ ആരിലാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ തന്നെയാണ് അല്ലെ? എന്തുകൊണ്ട്? നമ്മളുടെ അശ്രദ്ധ, നമ്മളുടെ ഭക്ഷണ സാധനങ്ങളിലുള്ള അശ്രദ്ധ. അത് ഞാൻ അതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? എന്നാൽ അതിലപ്പുറത്തേക്ക് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ കാണാതെ പോവുക എന്നുള്ളതാണ്. നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ആ അനുഗ്രഹങ്ങളെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ രോഗങ്ങൾ നമുക്ക് ഒരു 75% നമ്മൾക്ക് കുറഞ്ഞു വരും. അതോടൊപ്പം മാനസികമായിട്ട് നമ്മൾ തളരുകയാണെങ്കിലോ, അവിടെയും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ അതും ഒരു 75% നമ്മൾക്ക് മാറിക്കിട്ടും. ഇനി സാമ്പത്തികമായാലോ, സാമ്പത്തികവും അതുപോലെ തന്നെയാണ്. ഇപ്പൊ ഏത് മേഖലയിലാണോ നമുക്ക് സ്റ്റക്നെസ് വരുന്നുള്ളത്, ഏത് മേഖലയിലാണോ നമുക്ക് പ്രയാസം വരുന്നുള്ളത്, നമുക്ക് ഓരോ വ്യക്തികൾക്കും ഡിഫറെന്റ് മേഖലയിലായിരിക്കാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഏത് മേഖലയിലായിക്കോട്ടെ, എല്ലാ മേഖലയിലും ഏത് മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും അവിടെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റാനുള്ള ഒറ്റമൂലി എന്ന് പറയുന്ന അത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി മാത്രമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ ഒറ്റമൂലി എന്നുള്ളത്? ഇങ്ങനെ ഈ ഒറ്റമൂലി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒറ്റമൂലികളൊക്കെ കഴിക്കാറുണ്ട് അല്ലെ? ആ ഒറ്റമൂലികൾ നമ്മൾ കഴിക്കുമ്പോഴും നമ്മൾക്ക് ആ ബുദ്ധിമുട്ടുകളും പ്രയാസവും മാറുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്ന ഈ ഒരു ഒറ്റമൂലി ഗ്രാറ്റിറ്റ്യൂഡ്, അതെന്തുകൊണ്ട് നമ്മൾ ആരും നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കി എടുക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ ആരും അത് നമ്മുടെ ലൈഫിൽ ഒരു പിന്നെ സ്ഥിരമായി കൊണ്ട് നടക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നില്ല? ഇൻഷാ അല്ലാഹ് നമുക്ക്, എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് വരുന്ന പ്രയാസങ്ങൾക്കുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഈ ഒരു ഒറ്റമൂലിയാക്കിയിട്ട് നമ്മുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റട്ടെ ഇൻഷാ അല്ലാഹ്. ഇവിടെ നമ്മൾ നിരന്തരം ഡെയിലി ഈ 33 നിങ്ങൾ എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യണം എന്നല്ല, നമ്മുടെ ഈ ഒരു തെറാപ്പി തീരുന്നത് വരെ തീർച്ചയായിട്ടും നിങ്ങൾ 33 എഴുതിയിരിക്കണം ഇൻഷാ അല്ലാഹ്. ഇന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെ വേണമെങ്കിൽ എഴുതാം, അതല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് ഏത് സമയത്തായാലും നിങ്ങൾ ഈ 33 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെക്കുക, മറക്കരുത്. 33 ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എഴുതുക. നാളെ രാവിലെ വരുന്ന സമയത്ത് എന്ന് എഴുതിയ 33 പോയിന്റുമായിട്ടും നിങ്ങൾ നാളെ വരിക. അത് വെച്ചിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളത്തെ പ്രോസസ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ ആ ഒരു സ്റ്റക്നെസ്, എവിടെയാണോ നിങ്ങളുടെ പ്രയാസം, എവിടെയാണോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, അതിനെ മാറ്റണം എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടി ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയിലൂടെ പോകുന്ന സമയത്ത് എൻ്റെ ഈ ഒരു പ്രയാസം മാറണം, എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് മാറണം, റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് ഈ ഒരു ഒറ്റമൂലി ഉപയോഗിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എൻ്റെ പ്രയാസം എൻ്റെ റബ്ബ് എനിക്ക് മാറ്റിത്തരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു എഴുതേണ്ടത്. എഴുതുമ്പോൾ തന്നെ മനസ്സിൽ കാണണം, നാളെ രാവിലെ എനിക്ക് ഇതിൽ ഇരിക്കണം, ഇതിൽ ഇരുന്നു കൊണ്ട് എന്റെ പ്രോസസ് ചെയ്യണം. ഇതും കൂടി ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി എന്റെ ബോഡിയിലേക്ക് അത് റബ്ബ് സുബ്ഹാനഹു വ തആല എഫക്റ്റീവ് ആക്കി തരും എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടി നമ്മുടെ ഇന്റൻഷൻ സെറ്റാക്കിക്കൊണ്ട് നിയത്ത് റെഡിയാക്കിക്കൊണ്ട് നിങ്ങൾ ആ ഒരു പുസ്തകത്തിൽ ഇത് എഴുതുക. നിയത്ത് റെഡിയാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ രാവിലെയും നമുക്ക് ഇതുപോലെ ഈ ഒരു സെഷനിൽ ഇരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ.
നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രയാസമാണെങ്കിലും ഏത് ബുദ്ധിമുട്ടുകളാണെങ്കിലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഈ ഒരു യാത്രയിലൂടെ പോകുന്ന ഇത്രയും രാവിലെ തന്നെ അല്ലെ, ഈ രാവിലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എനിക്ക് ടോക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്ക് എന്റെ റബ്ബ് തന്നതിന്, അതേപോലെ എന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും വരാനുള്ള കഴിവ് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നതിന് ആത്മാർത്ഥമായി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് സംശയങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മാഷാ അല്ലാഹ് ഇന്ന് ക്ലാസ്സിൽ കുറച്ച് കൂടുതൽ പേര് ജോയിൻ ആയിട്ടുണ്ട്. നാളെ ഇതിനേക്കാളും കൂടുതൽ പേര് ജോയിൻ ആവണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെയാണ് ഇതിനുള്ള പിന്നെ ഇവരെയൊക്കെ ഇവിടെ എത്തിപ്പിച്ചിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ അറ്റൻഡ് ചെയ്ത എല്ലാവരും ഫീഡ്ബാക്ക് തന്നിട്ടില്ല, എന്നാലും മാക്സിമം പറ്റുന്നവരൊക്കെ തന്നിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇന്നും നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് അതിനുള്ള ഫീഡ്ബാക്ക് നിങ്ങളുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾ അറിയിക്കുക. ആ ഫീഡ്ബാക്ക് നാളെ കൂടുതൽ ആളുകളെ ഇതിലേക്ക് എത്തിപ്പിക്കാനുള്ള ഒരു കാരണം ആയി മാറട്ടെ. അതിനുള്ള ബെനിഫിറ്റ് തീർച്ചയായിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും നൽകും. ആ ഫീഡ്ബാക്ക് കേട്ടിട്ട് ആരൊക്കെയാണോ ഇവിടെ വന്നിരിക്കുന്നുള്ളത്, ഓരോ വ്യക്തിക്കും ആ ഫീഡ്ബാക്ക് പറഞ്ഞ വ്യക്തിക്കും അതിൽ നിന്നുള്ള ബെനിഫിറ്റ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. അതിൽ യാതൊരു സംശയവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നുള്ളതിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് കിട്ടിയത് എന്താണോ അത് വെച്ച് നിങ്ങൾ ഫീഡ്ബാക്ക് പറയാ. എന്നിട്ടോ നിങ്ങൾക്ക് അറിയുന്നവരെ കൂടുതൽ കൂടുതൽ ആളുകളെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൂടുതൽ ആളുകളെ ഇൻഷാ അല്ലാഹ് എത്തിപ്പിക്കാനും കൂടി നിങ്ങൾ മാക്സിമം ഒന്ന് എഫേർട്ട് എടുക്കുക. നിങ്ങളൊന്ന് സ്റ്റാറ്റസ് വെച്ചിട്ടോ ഷെയർ ചെയ്തിട്ടോ പറഞ്ഞു കൊടുത്തിട്ടോ എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.